പാലക്കാട് തൃത്താലയിൽ കാർ മരത്തിലിടിച്ച അപകടത്തിൽ ആനക്കര സ്വദേശി സിയാദിന് പരിക്ക്. തലയ്ക്ക് പരിക്കേറ്റ സിയാദിനെ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ചാലക്കുടി പോലീസും എക്സൈസും ചേർന്ന് റെയ്ഡ് നടത്തി. പരിശോധനയിൽ 50 ലിറ്ററോളം ചാരായം വാറ്റുന്ന വാഷ് കണ്ടെത്തി. ക്രിസ്മസ് പുതുവത്സരവുമായി ബന്ധപ്പെട്ടാണ് വ്യാപക പരിശോധന. തൃശൂർ ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്രിസ്മസ് കിറ്റുകൾ വിതരണം ചെയ്തു. പദ്ധതി നടപ്പിലാക്കിയത് വിദ്യാർത്ഥികളും അധ്യാപകരും കൈകോർത്ത്. തൃശൂർ ചാലക്കുടിയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി വാഹനം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വെട്ടിയാട്ടിൽ ക്ഷേത്രത്തിന് സമീപത്താണ് കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നത്. പോലീസിലും മോട്ടോർ വാഹന വകുപ്പിലും വിവരം അറിയിച്ചിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. തൃശൂർ ചാലക്കുടി കേരള സ്റ്റേറ്റ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി കെ ശിവദാസൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കിഴുപ്പുള്ളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പുനരാരംഭിക്കുന്നതിന് ഭരണാനുമതി. പദ്ധതി ആരംഭിച്ചത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കൃഷി ആവശ്യത്തിനും. 2017-ൽ 4 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ചെങ്കിലും പദ്ധതി പൂർത്തീകരിച്ചിരുന്നില്ല. ആലപ്പുഴ മാവേലിക്കരയിൽ കേരളോത്സവത്തിന് തുടക്കം. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത്, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് പട്ടഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷനേഴ്സ് ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് CT ചന്ദ്രമൗലീശ്വരൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെ ആകാശവിളക്കിന്റെ സ്വിച്ച് ഓൺ കർമ്മം MLA KJ മാക്സി നിർവഹിച്ചു. 45 അടി ഉയരമുള്ള ആകാശവിളക്കാണ് ക്രിസ്മസിന്റെ ഭാഗമായി നിർമ്മിച്ചത്. തൃശൂർ ചാലക്കുടി സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഈ മാസം 20, 21 തീയതികളിലായി നടക്കും. ചാലക്കുടി ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. 750-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. തൃശൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം. അൽമായ സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് പുൽക്കൂടും പാരിതോഷികവും നൽകി.